ഹായ് ഗൈസ്, നമ്മുടെ മെഴുകുതിരി ഉരുക്കിയിട്ട് മേളിലേക്ക് തീ പൊങ്ങുന്നൊരു പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ ചെറുക്കനെയും കുത്തിപ്പൊക്കി 3-4 ചിരട്ടയും പാത്രവും മെഴുകുതിരിയൊക്കെ മേടിച്ച് ഒരു പരിപാടി തുടങ്ങി. അങ്ങനെ ചിരട്ട വെച്ച് അടുപ്പും കൂട്ടി മെഴുകുതിരിയും കത്തിച്ച് സാധനം അങ്ങ് സെറ്റാക്കി. അപ്പോഴാണ് മണ്ണിന് പൊക്കമില്ല. പാത്രം മേളിൽ വെച്ചിട്ടാണെങ്കിൽ അത് മെഴുകുതിരിയെ കെട്ട് പോകുന്നു. അങ്ങനെ മെഴുകുതിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മെഴുകുതിരി കുറച്ചായിരിക്കും അതിനകത്ത് വിട്ട് മെഴുകുതിരി ഉരുകാനുള്ള വെയിറ്റിംഗ് തുടങ്ങി. അപ്പോൾ സാധനം ഒന്ന് ഉരുകി നല്ല ചൂടായി നല്ല മെൽറ്റ് പരുവത്തിലാകണം. അങ്ങനെ മെഴുകുതിരി നൈസായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കാന്ന് വെച്ച്. അങ്ങനെ ഇതിനകത്ത് കിടന്ന നൂലെല്ലാം നമ്മൾ പെറുക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും നന്നായിട്ട് തിളച്ച് സംഭവം ഒന്ന് ചൂടാകട്ടെ. നന്നായിട്ട് ചൂടായി മേളിൽ തീ കത്തണം. പക്ഷേ ഇങ്ങനത്തെ പാത്രം ആയതുകൊണ്ട് മേളിൽ ഓട്ടോമാറ്റിക്കലി കത്തുമെന്നറിയത്തില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തീ കൊണ്ട് മേളിൽ കാണിച്ചത് ഫുള്ള് കത്തിക്കണം. മേൽഭാഗം കത്തിയാലേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തീ മേപ്പോട്ട് ഉയരത്തുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്തായാലും മെഴുകുതിരി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു പേപ്പർ കത്തിച്ച് മേളിൽ തീ പിടിപ്പിച്ച് നോക്കുക. കത്തുവാൻ നോക്കട്ടെ. ചെറുതായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് സെറ്റാകും. തീയൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചാൽ മതി. സാധനം നല്ല അടിപൊളിയായിട്ട് മേളിലേക്ക് ഉയരുന്ന കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഴുകുതിരി ഉരുക്കി മേളിലേക്ക് തീ ഉയരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയത്. സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കയ്യും കാലും പൊള്ളിക്കരുത്. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.